ചന്തയിലായ്മ അലങ്കാരമായിട്ട് കണ്ടിട്ടുണ്ട് അന്ന് കാണിച്ചത്. ഈ കാണുന്ന മോളി കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ ഒരു പടത്തിന്റെ ട്രെയിലറാണ്. അതൊരു പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു പടത്തിന്. അതിന്റെ പേര് കേരള സ്റ്റോറി എന്നാണ്. കേരളത്തിലുള്ളവരായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. കാരണം പറയാൻ കാരണം ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ വിഷ്വലും വീഡിയോസ് ഒക്കെ കാണുന്നതാണ് ഈ കേരള സ്റ്റോറി 2. ഇതൊന്നും രണ്ടായിട്ടൊക്കെ ഒരുപാട് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇറക്കിയ അവാർഡ് കിട്ടി, അതും പച്ചക്ക് വർഗീയത, അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ തമ്മിൽ തല്ലിക്കണം. ആ വർഗീയതയാണ്. അത് കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവം. ബീഫിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് ഒരുത്തൻ ബീഫ് കഴിയിട്ട് അവരെ കൈ കടിച്ചു കൊടുക്കൂലേ? ഞാനൊക്കെയാണെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ള ഒരു ബീഫ് എങ്ങനെ കക്കൂന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലാണ് ഒരു പർദ്ദയിട്ട് ഒരു തള്ളയും കുറച്ച് പേരും വന്നിരുന്നിട്ട് അവള് ബീഫ് തിന്നൂലാന്ന് പറയുമ്പോൾ അവന്റെ അണ്ണാക്കിലേക്ക് ബീഫ് തള്ളി കൊടുക്കുന്നു. അവള് തിന്നൂലാന്ന്. അതും കേരള സ്റ്റോറി എന്ന പേരും കേരളത്തിൽ നടക്കുന്ന സംഭവമായിട്ടൊക്കെയാണ് ഇതിങ്ങനെ നിശ്ചയിച്ച് അവരുണ്ടാക്കുന്നത്. അത് ആരാന്നറിയാം? ഈ ഷാറുഖ് ഖാന്റെ കൂടെ അഭിനയിച്ച ഏതൊരു പെണ്ണിന്റെ ഷഡ്ഡിയുടെ കളർ എന്താ മറ്റേ ഓറഞ്ചാന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ടീമില്ല. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഒരു ആൾക്കാരൊക്കെ ആയിട്ട് വരും അവര്. ആ ഒരു ടീമൊക്കെ ആയിട്ട് ഒരു ബന്ധമുള്ള ഒരു ചെറിയ ബന്ധമുള്ള ആൾക്കാരാണ്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പടം ഇറങ്ങിയേക്കാം. അതിലാണെങ്കിൽ ആകെ പച്ചക്ക് പറയുക. ഒരു മാറ്റമില്ലാണ്ട് തമ്മ തല്ലിക്കാൻ വേണ്ടി ഓരോ കൊണായ്മ ഉണ്ടാക്കിയിട്ട് പറയും. ഇത് ആരുടെ? ഇതിപ്പോ ബീഫിന് വില കൂടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പടം ഇറങ്ങി കഴിയുമ്പോൾ. എന്താണെങ്കിലും തിയേറ്ററിന്റെ മുമ്പിൽ ഈ പടം റിലീസിന്റെ അന്ന് ബീഫ് ഫസ്റ്റ് മസ്റ്റ് ആണ്. ഫ്രീ ആയിട്ട് ബീഫ് കിട്ടും മക്കളെ, പോയി കഴിച്ചോ. ഒന്നും നോക്കണ്ട, പോയി കഴിച്ചോ. ഫ്രീ ആയിട്ട് ബീഫ് ഫസ്റ്റ് കിട്ടും. ബീഫ് ഫസ്റ്റ് നടത്തുകയും ചെയ്യും എല്ലാവരും. ആരും നടത്തില്ല, നമ്മളൊക്കെ കൂടി ഒന്നിച്ച് ഒരു ബീഫ് ഫസ്റ്റ് നടത്തും. കാരണം ബീഫിനൊക്കെ എന്തൊക്കെ ഡിമാൻഡാന്ന് അറിയോ കേരളത്തിൽ. എന്നിട്ട് ആ ബീഫ് കണ്ടവന്റെ അണ്ണാക്കി കൊടുക്കുന്നുള്ളൊരു ഫിലിം ഒരു എന്തെങ്കിലും ഒരു ഒരു ലോജിക്ക് വേണ്ടടാ. എന്തുവാടേ ഒരു പടം എടുക്കുമ്പോൾ ഒരു ലോജിക്ക് ആയിട്ടുണ്ട്. അത് കേരള സ്റ്റോറിന്ന്. കേരളത്തിൽ ബീഫിന് വേണ്ടി എവർ തല്ലി കൊന്നാണ് കണ്ടത്. എവർ ആ ബീഫിന് വേണ്ടി അടി ഉണ്ടാക്കിയാണ് കേട്ടത്. ബീഫ് തരാത്തേന് ചിലപ്പോൾ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ബീഫ് തിന്നേനെ അടി ഉണ്ടാക്കി ഞാൻ കേട്ടില്ല.